ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ. പേര് മുഹമ്മദ് ഫറൂഖ്. അദ്ദേഹം പാകിസ്ഥാൻ ഒറിജിനാണ്. ജനിച്ച് വളർന്നത് ബ്രിട്ടനിലാണ്. നേഴ്സായിരുന്നു, മെയിൽ നേഴ്സായിരുന്നു. NHSന്റെ ഉടമസ്ഥയിലുള്ള ആശുപത്രിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളെ 2023 ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് പ്രഷർ കുക്കറിനകത്ത് 10ഓളം കിലോ ഉള്ള എക്സ്പ്ലോസീവ് കൊണ്ടുവന്ന് അത് പ്രഷർ കുക്കറിൽ ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ആദ്യം ഇയാൾ ശ്രമിച്ചത് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആശുപത്രിയിലായിരുന്നു. പിന്നീട് അവിടെ നടക്കാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ലീഡ്സിലുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, അവിടെയാണ് ഇത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാം ശേഖരിച്ച് കൊണ്ടുവന്ന് അവിടെ സംശയം തോന്നിയ ഈ പറയുന്ന മുഹമ്മദ് ഫറൂഖിയുടെ കൂടെയുള്ള ഫ്രീമാൻ നാറ്റൻ എന്ന് പറയുന്നയാൾ സംശയം ഉണ്ടായി. അതിനുശേഷം അത് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഇയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നു. അപ്പം മനസ്സിലാക്കുന്നത് ഇയാള് അവിടെ നേഴ്സസുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അവിടെ നേഴ്സസ് യൂണിയൻ അതിൻ്റെ നേതാവായിരുന്നു. ഓരോന്ന് കണക്ട് ചെയ്തോണം. അവിടെ നേഴ്സസ് അയാളെ വലിയ കാര്യമായിട്ട് വലിയ റെസ്പെക്റ്റോടാണ് കണ്ടിരുന്നത്. കാരണം പുറത്തൊക്കെ കാണിക്കുന്ന വളരെ ചിരിയും തമാശയും മുഴുവനും. പല ആവർത്തി ഖത്തറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഖത്തറിലുള്ള ചില ഇസ്ലാമിക ഓർഗനൈസേഷനുമായിട്ട് മുഹമ്മദ് ഫറൂഖിക്ക് ബന്ധമുണ്ട്. ഇവിടെ നേഴ്സസിൻ്റെ ഈ യൂണിയനുമായിട്ട് ചേർന്ന്, അത് ഫോറമായിട്ട് ചേർന്ന് പണം തട്ടിപ്പ് നടത്തി അയാൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന 27-28 വയസ്സുള്ള മുഹമ്മദ് ഫറൂഖിയുടെ കാര്യമാണ്. ഇപ്പം 31-32 വയസ്സായി. ഈ ഫറൂഖിയുടെ ആഗ്രഹം എന്തായിരുന്നു? അതായത് ചാർജ് ഷീറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ വിധി പുറത്തു വന്നത്. 37 കൊല്ലമാണ് മുഹമ്മദ് ഫറൂഖിയെ ലണ്ടനിലെ കോർട്ട് കഠിന തടവിന് ശിക്ഷിച്ചത്. ഇസ്ലാമിക ടെററിസം. ഓക്കെ, ഇനി ഇയാളുടെ മറ്റുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റ് എല്ലാവരുടെയും കാര്യമാണ്. നേഴ്സസിന്റെ ഫോറം അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് അതിൻ്റെ പിരിവ് നടത്തി, തട്ടിപ്പ് നടത്തി. ഇയാളുടെ ലക്ഷ്യം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടുത്തെ നേഴ്സസിനെയും ക്രിസ്ത്യാനികളെ തകർക്കുവാൻ വേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പദ്ധതി. ഇപ്പം ഈ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചോണം. എന്താണ് ഇയാളുടെ പദ്ധതി? ഇതിനു വേണ്ടി നേഴ്സസിനെ, അതായത് നമുക്കറിയാം കൂടുതലും അവിടെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്, അവരെ കൊല്ലുക. അവിടെയുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വന്നിട്ടുള്ള രോഗികളെ കൊല്ലുക, കൊച്ചു കുട്ടികളെ കൊല്ലുക. ഇതായിരുന്നു പദ്ധതി. ഇതാണ് പൊളിഞ്ഞു പോവുകയും പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇയാളെ കുറ്റക്കാരനാണ് കുറ്റം സമ്മതിക്കുകയും 37 വർഷം ഇയാളെ ജയിലിലോട്ടിട്ടു. നമുക്കിനി കണക്ട് ചെയ്യാം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ ജാസ്മിൻ ഷാ, അവൻ്റെയും പദ്ധതി ഇതൊക്കെ തന്നെ. ഇത് ഞാൻ അവനെ പറ്റി പറഞ്ഞു, ഇവൻ ജിഹാദിയാണ്, ഇവൻ ഫ്രോഡാണ്, ഇവന്റെ ലക്ഷ്യം ഇവൻ ഖത്തറിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് കേരളത്തിലെ ക്രൈസ്തവ ഹിന്ദു ഹോസ്പിറ്റലും അതിന് തകർക്കുക. ഇവന്റെ ലക്ഷ്യം അൾട്ടിമേറ്റ് ആയിട്ട് ഇതേപോലെ ബോംബ് വെക്കാൻ പല നേഴ്സുമാരും ഒപ്പിച്ച് കൊണ്ട്, അതൊക്കെയാണ് ഇവന്റെ പ്ലാൻ. ഇതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ജാസ്മിൻ ഷായും കൂട്ടരും എന്നെ മഞ്ഞപ്പത്രക്കാരനെന്ന് പറഞ്ഞു. ഇപ്പം ജാസ്മിൻ ഷായ്ക്ക് പിടി കിട്ടിക്കാണ് ഞാൻ മഞ്ഞപ്പത്രക്കാരനല്ല, ഞാൻ നിന്റെ പുറകിലുണ്ട്, ഇതേപോലെയുള്ള സംഭവം ഞാൻ കൊണ്ടുവരും, നീ എവിടൊക്കെ പോയി മുങ്ങിയാലും ഞാൻ നിന്റെ പുറകിലുണ്ട്. നീ ഇതുമായിട്ട് ക്ലബ് ചെയ്ത് നോക്ക്. ഇവനെക്കാരും ഇവനെ ഭയങ്കര ഇവന്റെ ഫാൻകാരും ഇവരെ പൊക്കി അടിച്ചുകൊണ്ട് നടക്കുന്ന യൂട്യൂബുകാരനും എടുത്തു നോക്കുക ഓരോ സംഭവം. ആരായിരുന്നു ഈ മുഹമ്മദ് ഫറൂഖി? വളരെ ലക്ഷണമൊത്ത രീതിയിൽ അവിടുത്തെ ഈ നേഴ്സസ് ഫോറത്തിന്റെ ഒക്കെ വക്താവായിരുന്നു. ഈ മഹാ തീവ്രവാദി, അവന്റെ ഉള്ളിലെ ലക്ഷ്യം എന്തുവായിരുന്നു? ഇസ്ലാമിക ലോകം. അതിനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഹോസ്പിറ്റലും നേഴ്സസിനെ തകർക്കുക, ബ്ലാസ്റ്റ് കൊണ്ടുവന്ന് പ്രഷർ കുക്കർ ബോംബ് അവനുണ്ടാക്കിയെടുത്തു.
ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ വിശ്വസിക്കുക. എന്താണ് ജാസ്മിൻ ഷായുടെ ഉദ്ദേശം? ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിന് പോലും ഉത്തരം തന്നില്ല. ഞാൻ പറഞ്ഞു ജാസ്മിൻ ഷായും നിഷേധിച്ചു, ആ യൂട്യൂബുകാരനും നിഷേധിച്ചു. അയാൾക്കെതിരെ കോടതിയിൽ കേസുണ്ട്, ആ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതും നിഷേധിച്ചു. അവസാനം ഞാൻ ചാർജ് ഷീറ്റ് ഉൾപ്പെടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു. അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ചാർജ് ഷീറ്റിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ വരാൻ പോവുക. മനസ്സിലാക്കുക, മലയാളികളായ എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഇവന്റെ ഉള്ളിൽ പക്ക ജിഹാദാണ്. ഇവനീ കാണിക്കുന്നത് മുഴുവനും നിങ്ങളെ ഷാഡോ ബോക്സിനകത്ത് നിർത്തിയേക്കുവാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പല ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും ഹിന്ദുക്കളായിട്ടുള്ളവരും നിങ്ങൾ ഇവനെ മനസ്സിലാക്കുക. ഇവന്റെ ലക്ഷ്യം ഈ പറയുന്നത് ഇസ്ലാമിക ജിഹാദ് തന്നെയാണ്. എന്താ സംശയം? മുഹമ്മദ് ഫറൂഖിന്റെ ആ ഹിസ്റ്ററിയും അയാളുടെ ബയോഗ്രഫിയും ഈ പറയുന്ന ചാർജ് ഷീറ്റ് എടുത്ത് വായിച്ചു നോക്ക്. ഇതൊക്കെ ഗൂഗിളിലുണ്ട്. അവിടുത്തെ ബ്രിട്ടീഷ് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവനുമായിട്ട് ജാസ്മിൻ ഷായോട് ഒരുമിച്ച് പോകുന്ന ഒരുത്തൻ. വീണ്ടും പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കുക, ഇവർക്ക് ലക്ഷ്യമുണ്ട്. ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ഖത്തർ ഫണ്ടുണ്ട്. ഇതുമായിട്ട് ഓരോന്നായിട്ട് ഇതൊക്കെ എക്സ്പോസ് ചെയ്ത് വരണം. നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് വിടുവാ പറയുന്നതല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ ഷാ എനിക്കെതിരെ കേസ് കൊടുക്കുക. ഓരോ വിഷയത്തിലും ഞാൻ കാണിച്ചു കൊടുക്കാം. അതല്ലേ ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ എനിക്കെതിരെ ഡിഫമേഷൻ കേസും മറ്റുള്ള കേസുകളും കൊടുക്കാം. ഞാൻ തെളിയിച്ചു തരാം ഓരോന്നായിട്ട്. അത് ചെയ്യാതെ ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവനെ വെള്ളയടിക്കാനും വെള്ള പൂശുവാനും പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. തെറ്റ് ചെയ്യുന്നതിന് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. അവനെ ഹീറോ ആയിട്ട് അംഗീകരിക്കരുത്. അവന്റെ ലക്ഷ്യം നിഗൂഢമാണ്. അവന്റെ കൂടെ നടക്കുന്നവരും മനസ്സിലാക്കുക, ഇവൻ നിങ്ങളുടെ മുമ്പിൽ കാണുന്നതല്ല. ഇവന്റെ ലക്ഷ്യം വേറെയാണ്. ഇത് അന്വേഷിച്ച് ഈ UN പറ്റി അന്വേഷിച്ച് ഉദ്യോഗസ്ഥരും സെൻട്രൽ ഏജൻസികൾ ആൾക്കാർ പറഞ്ഞു ഇവന്റെ ഉദ്ദേശം പലതാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു മാറൂ. ഉറപ്പായിട്ടും അവൻ ശിക്ഷിക്കപ്പെടണം. അവന്റെ കൂടെ നിൽക്കുന്നവർ മാറി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങളും ഇതേപോലെ ഇരയായി പോകും. ഈ ബ്ലാസ്റ്റ് കേസുമായിട്ട് വായിച്ചിട്ട് അതിന് ചാർജ് ഷീറ്റ് വായിച്ചിട്ട് എനിക്ക് ഞെട്ടലുണ്ടായി. ഒരു ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിക്കകത്ത് ബിബിളിക്കിൻ്റെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സഭയായിട്ട് സ്ത്രീകൾ അതിൻ്റെ അകത്ത് പോകുന്നതിൻ്റെ കാര്യം എന്ത്? സാലറി മാത്രമല്ല, പിന്നീട് അതൊരു പ്രൊഫഷനായിട്ട് വന്നു. വീണ്ടും ഞാൻ പറയുന്നത് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മാനേജ്മെൻറ്റും ഇവർക്ക് കാര്യമായിട്ട് ശമ്പളം കൊടുക്കണം. അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ ട്രാപ്പിൽ പോയി വീടരുത്. ഇവന്റെ ലക്ഷ്യം ക്രിസ്ത്യൻ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ്. അവന്റെ മറ്റൊരു വിങ്ങാണ് കേരളത്തിലെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അടപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ തലയിലിടുക. ഇതേപോലെ ഓരോന്നായിട്ട് ഇവനെപ്പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഞാൻ ശരിക്കും ജാസ്മിൻ ഷായോട് പറഞ്ഞു കൊടുക്കുക, ആരാണ് മഞ്ഞപ്പത്രക്കാരൻ. നിനക്ക് യഥാർത്ഥ പത്രക്കാരനെ ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അപ്പോഴും നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്തുവാണ് ഈ മഞ്ഞപ്പത്രം, എന്താണ് യഥാർത്ഥ പത്രമെന്ന്. നിന്റെ അണ്ണാക്കി തന്നെ ഞാൻ വെച്ചടിക്കും. മനസ്സിലായില്ലേ? നീ മനസ്സിലായിക്കും. നിനക്ക് മഞ്ഞപ്പത്രക്കാരനെ ശരിക്കും കാണിച്ചു തരാം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്.
നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.